കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 842. സൂറത്തുൽ ലുഖ്മാൻ ആയത്തുകൾ 1 മുതൽ 19 വരെ. പേജ് നമ്പർ 1427. സൂറത്തുൽ ലുഖ്മാൻ 31. ലുഖ്മാൻ മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 34. 27, 28, 29 വചനങ്ങൾ മദീനയിൽ അവതരിച്ചതാണെന്ന് അഭിപ്രായമുണ്ട്. വലിയ ജ്ഞാനിയായിരുന്ന ലുഖ്മാൻ എന്ന മഹാനെപ്പറ്റി ഇതിൽ പ്രതിപാദ്യമുണ്ട്. ഏകദൈവ വിശ്വാസത്തിൻ്റെ യുക്തിപൂർണതയും ബഹുദൈവാരാധനയുടെ അർത്ഥശൂന്യതയും ഇതിൽ വ്യക്തമാക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ പുതിയതല്ല, ബുദ്ധിയും വിവേകവുമുള്ള പലരും പറഞ്ഞ കാര്യങ്ങളാണ്. അറബികൾക്കറിയാവുന്ന ലുഖ്മാൻ എന്ന ജ്ഞാനി അവരിൽപ്പെടുന്നു. അദ്ദേഹത്തെ പറ്റിയുള്ള ചരിത്രങ്ങളും കഥകളും അറബികൾക്കറിയാമായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ. അലിഫ് ലാം മീം. തിൽക ആയാതുൽ കിതാബിൽ ഹകീം ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم إن الذين آمنوا وعملوا الصالحات لهم جنات النعيم خالدين فيها وعد الله حقا وهو العزيز الحكيم خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم هذا خلق الله فأروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما
وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور ولا تسعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير. ക്യാമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 843. സൂറത്തുൽ ലുഖ്മാൻ ആയത്ത് 1. അലിഫ് ലാം മീം. അലിഫ് ലാം മീം. ആയത്ത് 2. തിൽക ആയാത്തുൽ കിതാബിൽ ഹകീം. യുക്തിപൂർണമായ വേദത്തിലെ വാക്യങ്ങളാണിവ. ഇതിൻ്റെ ഉള്ളടക്കം മുഴുവനും യഥാർത്ഥ അറിവുകളും ഇത് സത്യസമ്പൂർണവുമാണ്. ആയത്ത് 3. ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ. നിഷ്കളങ്കന്മാർക്ക് കാരുണ്യവും മാർഗദർശനവുമാണ്. ആയത്ത് 4. അല്ലദീന യുഖീമൂന സ്വലാത വയുതൂന സകാത. നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരും സകാത്ത് കൊടുക്കുന്നവരുമായ വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. പരലോക ജീവിതത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരുമായ നിഷ്കളങ്കന്മാർക്ക് മാർഗദർശനമാണിത്. ആയത്ത് 5. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. അവരുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള മാർഗദർശനത്തിലാണവർ. ഈ ഖുർആനിൽ വഴി തെളിയിച്ചു കൊടുത്തത് മഹാകാരുണികനായ അവരുടെ രക്ഷിതാവ് രക്ഷാകർതൃത്വം നിറവേറ്റിയതാണ്. അവരെ ബുദ്ധിമുട്ടിച്ചതല്ല, അവരിൽ നിന്ന് വല്ലതും നേടിയെടുക്കാൻ വേണ്ടിയുള്ളതല്ല, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ തന്നെയാണ് വിജയികൾ. ഈ ഖുർആനിലെ മാർഗദർശനം ഉൾക്കൊള്ളുന്നവർ ജീവിത വിജയം നേടിയവരാണ്. അത് ഉൾക്കൊള്ളാത്തവർ പരാജിതരുമാണ്. പേജ് നമ്പർ 1428. ആയത്ത് 6. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم. യാതൊരറിവും കൂടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴി പിഴപ്പിക്കുവാനായി വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തെ പരിഹാസ്യമാക്കുന്നതിന് വേണ്ടിയും. ഉലൈക ലഹും അദാബും മുഹീൻ. അപമാനകരമായ ശിക്ഷയുള്ളവരാണവർ. മക്കത്തിൽ നിന്ന് പേർഷ്യയിൽ പോയി മക്കാനിവാസികൾക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്ന ഒരു പൗരപ്രധാനി ഉണ്ടായിരുന്നു, നദർ ബിനു ഹർസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി മനുഷ്യരെ കേൾപ്പിക്കുകയും വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് ആളുകൾ മതം മാറിപ്പോകുമെന്ന് കരുതി അയാൾ അത് തടയുവാനും ആളുകളെ വഴിപിഴപ്പിക്കുവാനും ഖുർആനെ പരിഹാസ്യമാക്കുവാനും ഉദ്ദേശിച്ച് പേർഷ്യൻ രാജാക്കന്മാരായ പലരുടെയും കഥകൾ ഉൾക്കൊള്ളുന്ന ലഘുകൃതികൾ വാങ്ങിക്കൊണ്ടുവന്ന് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ ശ്രമിച്ചു. ആദ്, സമൂദ് തുടങ്ങിയവരുടെ കഥകൾ മുഹമ്മദ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് കൊസറുമാർ, റുസ്തം, ഇസഫൻദിയാർ തുടങ്ങിയ രാജാക്കന്മാരുടെ കഥകൾ പറഞ്ഞു തരാം എന്ന് നദുർ ഖുറൈശികളുടെ സദസ്സിൽ പറഞ്ഞുകൊണ്ട് അവ വായിച്ചു കേൾപ്പിക്കാറുണ്ടായിരുന്നു. ഈ സംഭവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
ആധുനിക യുഗത്തിൽ ന്യായവും സത്യവും വേണ്ടപ്പെട്ടതുമായ മാർഗത്തിൽ നിന്ന് മനുഷ്യരെ അനാവശ്യങ്ങളിലും കളി വിനോദങ്ങളിലും തൽപരരാക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ വ്യാപകമായിട്ടുണ്ട്. കഥ, നോവൽ, കല, സംഗീതം, നൃത്തം, വിനോദം ഇവ ധാരാളമുണ്ട്. സത്യനിഷ്ഠയും നീതിബോധവുമില്ലാതെ ജനങ്ങളെ വശീകരിക്കാൻ വേണ്ടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെല്ലാം ഈ ആയത്തിലെ വിഷയം ബാധകമാണ്. മനുഷ്യൻ്റെ ധാർമ്മിക ബോധവും സ്വഭാവ ഗുണങ്ങളും നശിപ്പിക്കുന്ന ഇത്തരം ഏർപ്പാടുകൾക്ക് എത്ര സുന്ദരമായ പേര് പറഞ്ഞാലും ശരി. നാട്യം, കൃത്രിമവേഷം, സംഗീതം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഹദീസുകൾ എന്തു പറയുന്നുവെന്ന് നോക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷന്മാരെയും പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകളെയും പ്രവാചകൻ ശപിച്ചിരിക്കുന്നു. ബുഖാരി 16:31. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇപ്രകാരമാണ്: സ്ത്രീകൾ ധരിക്കുന്നത് പോലെ വസ്ത്രധാരണം ചെയ്യുന്ന പുരുഷനെയും പുരുഷൻ ധരിക്കുന്നത് പോലെ വസ്ത്രധാരണം ചെയ്യുന്ന സ്ത്രീയെയും റസൂൽ ശപിച്ചിരിക്കുന്നു. അബൂദാവൂദ് 40:98. മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: വസ്ത്രം ധരിച്ച നഗ്നകളും കുണുങ്ങി നടക്കുന്നവരും വശീകരിക്കുന്ന സ്ത്രീകളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിൻ്റെ പരിമളം അവർക്കെത്തുകയില്ല. മുസ്ലിം 16:33. വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. വസ്ത്രമുടുത്തിട്ടുണ്ട് എന്നാൽ അത് നാമമാത്രമാണ്. നഗ്നതയും അവയവങ്ങളും വെളിയിൽ കാണുന്ന രൂപത്തിലാണ് വസ്ത്രധാരണം. അവയവങ്ങളുടെ താഴ്ചയും ഉയർച്ചയും രൂപവും ഭംഗിയും ആസ്വദിക്കപ്പെടാവുന്ന തരത്തിൽ വസ്ത്രം ധരിക്കുന്നവരും വസ്ത്രമുടുത്ത നഗ്നകളിൽ പെടുന്നു. കൃത്രിമ മുടി വെക്കുക, പച്ച കുത്തുക, ഭംഗിക്ക് വേണ്ടി പല്ലുകൾ രാഗി വിടവുണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുന്നവരെയും പ്രവാചകൻ ശപിച്ചിട്ടുണ്ട്. ബുഖാരി 56:04. പേജ് നമ്പർ 1429. വെള്ളം കൃഷിയെ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ സംഗീതം ഹൃദയത്തിൽ കാപട്യം ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ഉദ്ധരിക്കുന്നു. അബൂദാവൂദ് 49:27. പെരുന്നാൾ, വിവാഹം മുതലായ അവസരങ്ങളിൽ പരിമിതമായ രീതിയിൽ വിനോദങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. നിർമ്മാണാത്മകമായ രൂപത്തിൽ മാനസികമോ കായികമോ ആയ നല്ല ഫലങ്ങളുണ്ടാക്കുന്ന വിനോദങ്ങൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ആയത്ത് 7. വഇദാ തുത്ലാ അലൈഹി ആയാതുനാ, നമ്മുടെ വചനങ്ങൾ അവന് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ വല്ലാ മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹാ, അവനത് കേൾക്കാത്തതുപോലെ അഹങ്കരിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു പോകുന്നതാകുന്നു. കഅന്ന ഫീ ഉദുനൈഹി വഖറാ, അവൻ്റെ 2 ചെവിയിലും അടപ്പുള്ളതുപോലെ. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അതിനാൽ വേദനയേറിയ ശിക്ഷയെപ്പറ്റി അവനെ സന്തോഷ വാർത്ത അറിയിക്കുക. ആയത്ത് 8. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി, നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവർ ലഹും ജന്നാത്തുൻ നഈം, സുഖവാസത്തിൻ്റെ സ്വർഗങ്ങൾ അവർക്കുള്ളതാകുന്നു. ആയത്ത് 9. ഖാലിദീന ഫിഹാ, അവർ അതിൽ ശാശ്വതരായ അവസ്ഥയിൽ. വഅദല്ലാഹി ഹഖ്ഖാ, അല്ലാഹുവിൻ്റെ ഉറച്ച വാഗ്ദാനം. വഹുവൽ അസീസുൽ ഹകീം, അവൻ പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു. ആയത്ത് 10. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൂനഹാ, നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചു. ആകാശങ്ങളും ഗോളങ്ങളും അതതിൻ്റെ കൃത്യമായ സ്ഥാനങ്ങളിൽ നിലകൊള്ളുന്നതും സഞ്ചരിക്കുന്നവ കൃത്യമായ അകലത്തിൽ സഞ്ചരിക്കുന്നതുമെല്ലാം കണിശവും സൂക്ഷ്മവുമായ ഒരു മഹാശക്തിയുടെയും നിയന്ത്രണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണല്ലോ. അതിനെ ആകർഷണ ശക്തിയെന്നോ മറ്റോ എന്ത് പേര് വിളിച്ചാലും മനുഷ്യർക്ക് കണ്ണുകൊണ്ട് കാണാത്ത ഒരു ശക്തിയാണെന്നതിൽ സംശയമില്ല. അതായിരിക്കാം ഇവിടെ പറഞ്ഞ നിങ്ങൾ കാണാത്ത തൂണുകൾ. എല്ലാം അല്ലാഹുവിനറിയാം. പേജ് നമ്പർ 1430. വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബിക്കും, നിങ്ങളെയും കൊണ്ട് ഭൂമി ചെരിഞ്ഞു പോകുമെന്നതിനാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ ഭൂമിയിൽ അവൻ സ്ഥാപിക്കുകയും ചെയ്തു. ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പർവ്വതങ്ങൾക്കുള്ള പങ്ക് സുപ്രധാനമാണ്. ഭൗമോപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളാണ് ആ സന്തുലനം നിലനിർത്തുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പ്ലേറ്റുകളുടെ
നീക്കം മനുഷ്യർക്ക് അനുഭവപ്പെടാതിരിക്കുന്നു. ഭൗമാന്തർഭാഗത്തേക്ക് ആഴ്ന്നു കിടക്കുന്ന വേരുകൾ പർവ്വതങ്ങൾക്കുണ്ടത്രേ. അതുകൊണ്ടാണ് കരിമ്പാറകളുള്ള മേഖലകൾക്കിടയിലൂടെ ഭൂകമ്പ തരംഗങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്തത് എന്ന് കരുതപ്പെടുന്നു. അതിൽ എല്ലാവിധ ജന്തുക്കളെയും അവൻ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആകാശത്തിൽ നിന്ന് നാം വെള്ളമിറക്കുകയും എന്നിട്ട് വിശിഷ്ടമായ എല്ലാ ഇണകളെയും അതിൽ നാം മുളപ്പിക്കുകയും ചെയ്തു. ചെറുതും വലുതുമായ ദശലക്ഷക്കണക്കിന് ജീവികളുണ്ട് ഭൂമിയിൽ. എല്ലാ ജീവികളുടെയും അടിസ്ഥാനോപാധിയായ ജലം ലഭിക്കാൻ വേണ്ട സംവിധാനമാണ് മഴയിലൂടെ ലഭിക്കുന്നത്. സസ്യങ്ങളും ഇണകളായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന വസ്തുതയും ഇവിടെ സൂചിപ്പിക്കുന്നു. ആയത്ത് 11. ഹാദാ ഖൽഖുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാകുന്നു. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, എന്നാൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ എന്താണ് സൃഷ്ടിച്ചതെന്ന് എനിക്ക് നിങ്ങൾ കാണിച്ചു തരൂ. ബലിദ്ദാലിമൂന ഫീ ളലാലിൻ മുബീൻ, എന്നാൽ അക്രമികൾ വ്യക്തമായ ദുർമാർഗത്തിലാകുന്നു. യഥാർത്ഥ സൃഷ്ടാവും പരിപാലകനും നിയന്താവുമായ അള്ളാഹുവിന് പുറമെ മനുഷ്യർ വിളിച്ചു തേടുകയും പ്രാർത്ഥിക്കുകയും ആരാധന നടത്തുകയും ചെയ്യുന്ന ആരാധ്യർ ഒരുപാടുണ്ടല്ലോ ഇവിടെ. അവർക്ക് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടോ? ആരാധ്യർ അങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ടോ? ആരാധിക്കുന്നവർ അപ്രകാരം വാദിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവർ വിളിച്ചു തേടുന്ന ദൈവങ്ങൾ സൃഷ്ടിച്ച യാതൊരു വസ്തുവിനെയും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അവരാരും യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ആ വ്യാജ ദൈവങ്ങൾ അങ്ങനെ വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ കാണിച്ചു തരുമോ എന്ന് ഖുർആൻ വെല്ലുവിളിക്കുന്നു. ഈ വെല്ലുവിളിക്ക് മുമ്പിൽ അവർ അന്തം വിട്ടു. അങ്ങനെ വ്യക്തമായ ദുർമാർഗത്തിൽ അവർ വാശി പിടിക്കുകയും ചെയ്തു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 844, സൂറത്തുൽ ലുഖ്മാൻ, ആയത്ത് 12, പേജ് നമ്പർ 1431. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത, നിശ്ചയമായും ലുഖ്മാന് നാം വിജ്ഞാനം നൽകി. അനിഷ്കുർ ലില്ലാഹ്, അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കുക എന്ന്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അതൊക്കെ അള്ളാഹു സ്നേഹപൂർവ്വം ഔദാര്യം ചെയ്തതാണെന്ന് വിശ്വസിക്കുക. അതിന് പകരം അങ്ങോട്ട് ഔദാര്യം ചെയ്യാൻ സാധ്യമല്ലെന്ന് വിനയപൂർവ്വം സമ്മതിക്കുക. ഓരോ അനുഗ്രഹവും അതതിൻ്റെ മുറപ്രകാരം വിനിയോഗിക്കുക. അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം നയിക്കുക. ഇങ്ങനെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. അറബികൾക്കൊക്കെ അറിയാമായിരുന്ന ഒരു ദാർശനികനും വിജ്ഞാനിയുമായിരുന്നു ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. ഉംറുൽ ഖൈസ്, ലബീദ് തുടങ്ങിയ ജാഹിലിയ കവികൾ ലുഖ്മാനെ പരാമർശിച്ചിരുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാരവാക്യങ്ങളുടെ ലിഖിതങ്ങൾ പലരുടെയും കൈവശമുണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു നാം ഹിക്മത്ത് നൽകിയെന്ന് ഖുർആൻ പ്രസ്താവിച്ചതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. ആരെങ്കിലും നന്ദി കാണിക്കുന്ന പക്ഷം അവൻ നന്ദി കാണിക്കുന്നത് തൻ്റെ സ്വന്തത്തിന് വേണ്ടി തന്നെയാകുന്നു. ആരെങ്കിലും നന്ദികേട് കാണിക്കുന്ന പക്ഷം നിശ്ചയമായും അല്ലാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാകുന്നു. നന്ദികേട് കാണിച്ചാൽ അതിൻ്റെ ദോഷം അയാൾക്ക് തന്നെയാകുന്നു. മനുഷ്യർ മുഴുവൻ നന്ദി കെട്ടവരായി സത്യനിഷേധികളായി തീർന്നാൽ പോലും അള്ളാഹുവിൻ്റെ പ്രതാപത്തിന് ഒരു കുറവും വരില്ല. മനുഷ്യൻ മുഴുവൻ വിശ്വാസികളായി തീർന്നാൽ അത് അള്ളാഹുവിൻ്റെ പ്രതാപം വർദ്ധിപ്പിക്കുകയുമില്ല. നന്ദിയും നന്ദികേടും രണ്ടും ബാധിക്കുന്നത് മനുഷ്യരെ തന്നെയാണ്. ആയത്ത് 13. ലുഖ്മാൻ തൻ്റെ മകനോട് അവനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞ സന്ദർഭം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട മകനെ, അള്ളാഹുവോട് നീ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, നിശ്ചയമായും അങ്ങനെ പങ്കു ചേർക്കുന്നത് വമ്പിച്ച അക്രമമാകുന്നു. ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാനം തൗഹീദാണ്. സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും വിളിച്ചുതട്ടവുമെല്ലാം അള്ളാഹുവിനോട് മാത്രം. തൗഹീദ് ഉണ്ടെങ്കിലേ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ദൈവേതരർക്ക് ആരാധന ചെയ്താൽ അതാണ് ഷിർക്ക് അഥവാ ബഹുദൈവാരാധന. ഏറ്റവും വലിയ പാപവും അക്രമവും ഷിർക്കാണ്. ഷിർക്ക് എല്ലാ കർമ്മങ്ങളെയും നിഷ്ഫലമാക്കി കളയും. അതുകൊണ്ടാണ് ലുഖ്മാൻ മകനെ ഉപദേശിക്കുമ്പോൾ
അക്കാര്യം തന്നെ ആദ്യം ഉണർത്തുന്നത്. ഒരു പിതാവ് മക്കളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ട പ്രഥമ വിഷയം തൗഹീദ് തന്നെ. പേജ് നമ്പർ 1432, ആയത്ത് 14. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, മനുഷ്യനോട് അവൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് നാം വസൂയത്ത് ചെയ്തു, നാം ബലമായി കൽപ്പിച്ചു. റബ്ബിനോടുള്ള കടമയെ തുടർന്ന് അനുശാസിക്കുന്ന കാര്യം മാതാപിതാക്കളോടുള്ള കടമയെ പറ്റിയാണ്. ഹമലതുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു. വഹ്നൻ അലാ വഹ്നിൻ, ക്ഷീണത്തിനുമേൽ ക്ഷീണമായിട്ട്. വഫിസ്വാലുഹു ഫി അമൈനി, അവൻ്റെ മുലകുടി നിർത്തൽ 2-ാം കൊല്ലത്തിൽ. അനിഷ്കുർലി വലിവാലിദൈക, എന്നോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കുക എന്ന്. ഇലയ്യൽ മസ്വീർ, എന്നിലേക്ക് തന്നെയാണ് മടക്കം. കുഞ്ഞിന് മുല കൊടുക്കൽ മാതാവിൻ്റെ സുപ്രധാന ബാധ്യതയാണ്. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായും മുലപ്പാൽ തന്നെ നൽകണമെന്ന് സർക്കാരുകൾ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകാറുണ്ട്. അതിനു പകരമായി കുപ്പിപ്പാലോ ബേബി ഫുഡുകളോ എത്ര തന്നെ കൊടുത്താലും മുലപ്പാലിന് തുല്യമാകില്ല. കുഞ്ഞിൻ്റെ പ്രതിരോധ ശേഷി നിലനിൽക്കാൻ മുലപ്പാൽ സമീകൃതാഹാരം തന്നെയാണ്. കുഞ്ഞിന് കൃത്യമായി മുലയൂട്ടാതെ കുഞ്ഞിൻ്റെ അവകാശം തടയുകയാണ് ആധുനിക വനിതകൾ ചെയ്യുന്നത്. മുലകുടിക്കാലം പൂർത്തിയാകുന്നത് 2 വർഷം കൊണ്ടാണ്. എന്തെങ്കിലും കാരണവശാൽ 2 വർഷം പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാൽ മാതാപിതാക്കൾ കൂടിയാലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാമെന്ന് അൽ ബഖറ 233-ാം വചനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആയത്ത് 15. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വല്ലതിനെയും എന്നോട് നീ പങ്കുചേർക്കുന്ന കാര്യത്തിൽ അവരിരുവരും നിന്നെ നിർബന്ധിച്ചാൽ ഫലാ തുതിഉഹുമാ, അവരെ നീ അനുസരിക്കരുത്. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ഇഹലോകത്തിൽ നല്ല നിലയിൽ അവരോട് നീ സഹവസിക്കുകയും ചെയ്യുക. മക്കളോട് മാതാപിതാക്കൾക്കുള്ള കടമകളേക്കാൾ കൂടുതൽ മാതാപിതാക്കളോട് മക്കൾക്ക് കടമകളുണ്ട്. തൗഹീദിനെ പറ്റി പറഞ്ഞുടനെ മാതാപിതാക്കളോടുള്ള കടമയെപ്പറ്റി ഖുർആൻ 1-ലധികം സ്ഥലങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്രയും ഗൗരവമേറിയതാണ് അക്കാര്യമെന്നർത്ഥം. മാതാവ് ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും നോക്കി വളർത്തുന്നതിനുമുള്ള ബുദ്ധിമുട്ടുകളെല്ലാം സന്തോഷപൂർവ്വം സഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മാതാവിനോട് പിതാവിനേക്കാൾ ബാധ്യത മക്കൾക്കുണ്ട്. പേജ് നമ്പർ 1433. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി ചോദിച്ചു, ഞാൻ നന്നായി സഹവസിക്കാൻ ജനങ്ങളിൽ ഏറ്റവും അവകാശപ്പെട്ടത് ആരാണ്? നിന്റെ ഉമ്മ എന്ന് പ്രവാചകൻ പറഞ്ഞു. പിന്നെ ആരാണ് എന്ന് വീണ്ടും ചോദിച്ചപ്പോഴും നിന്റെ ഉമ്മ എന്ന് മറുപടി പറഞ്ഞു. 3-ാമതും ചോദിച്ചപ്പോഴും അതേ മറുപടി കിട്ടി. 4-ാമതും ചോദിച്ചപ്പോൾ നിന്റെ പിതാവ് എന്ന് അവിടുന്ന് പറഞ്ഞു. പിന്നെ നിന്നോട് കൂടുതൽ അടുത്തവരും പിന്നെ കൂടുതൽ അടുത്തവരുമായിരിക്കും. മുസ്ലിം 25:48. അള്ളാഹുവിന് മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണമെന്ന കൽപ്പന ഒന്നിച്ച് പറഞ്ഞതുകൊണ്ട് 2 നന്ദിയും ഒരുപോലെയാണെന്ന് ധരിക്കേണ്ടതില്ല. പരമമായ കൂറും നന്ദിയും വണക്കവുമാണ് അള്ളാഹുവിനോട്. മാതാപിതാക്കളോട് നന്ദി കാണിക്കേണ്ടത് അവരർഹിക്കുന്ന രൂപത്തിൽ. അവരെന്ത് പറഞ്ഞാലും അനുസരിക്കണമെന്നല്ല ഖുർആൻ പറയുന്നത്. ബഹുദൈവാരാധനാ സംബന്ധമായ കാര്യങ്ങൾ ഒന്നും അനുസരിക്കരുതെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. സ്രഷ്ടാവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒരു സൃഷ്ടിയെയും അനുസരിക്കേണ്ടതില്ലെന്നാണ് മതനിർദ്ദേശം. മാതാപിതാക്കൾ ആശയാദർശങ്ങളിൽ ഏത് തരക്കാരായിരുന്നാലും മതം തന്നെ വേറെ ആയിരുന്നാലും അവരോട് നല്ല നിലയ്ക്ക് പെരുമാറണം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചത്. മാതാപിതാക്കൾ വൃദ്ധരും അവശരുമായാൽ അവരെ വൃദ്ധസദനത്തിലാക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന കാലമാണിത്. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കൾ തന്നെയാണ്. അവർ ദുർബലരും രോഗികളുമായി തീരുമ്പോൾ ആ ബാധ്യത ഒന്നുകൂടി ഗൗരവമുള്ളതായിത്തീരും. അവർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു വാക്കുപോലും പറയരുതെന്നാണ് ഇസ്രാ 23-24 അനുശാസിക്കുന്നത്. എന്നിലേക്ക് മടങ്ങിയവൻ്റെ മാർഗം നീ പിൻപറ്റുകയും ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാവരുടെയും മടക്കം എൻ്റെ അടുക്കലേക്കാകുന്നു. മരണശേഷം നിങ്ങളെല്ലാവരും എൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വിവരം നൽകുന്നതാണ്. നിങ്ങളുടെ ബാധ്യതകൾ നിർവഹിക്കാതിരുന്നാൽ അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും.
എല്ലാവരെയും മരണാനന്തരം രണ്ടാമത് ജീവിപ്പിക്കും. സകല മനുഷ്യരെയും റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാക്കും. കർമ്മങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിചാരണ നടക്കും. അതിലൊരു സംശയം വേണ്ടെന്നും അതുകൊണ്ട് ദൈവകൽപ്പനകളും നിർദ്ദേശങ്ങളും പരമാവധി അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ഉണർത്തുകയാണ് ഖുർആൻ. ആയത്ത് 16. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. എൻ്റെ പ്രിയ മകനെ, തീർച്ചയായും അതൊരു കടുകുമണി തൂക്കമായിരിക്കുകയും ഫതകും ഫീ സുഹ്റത്തിൻ, അങ്ങനെ അതൊരു പാറക്കല്ലിനുള്ളിൽ ആയിത്തീരുകയും. പേജ് നമ്പർ 1434. ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി, അല്ലെങ്കിൽ ആകാശങ്ങളിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ആയിത്തീരുകയും ചെയ്താൽ യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരുന്നതാകുന്നു. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, നിശ്ചയമായും അല്ലാഹു നിഗൂഢജ്ഞനും സൂക്ഷ്മജ്ഞനും അത്രേ. അല്ലാഹു സർവജ്ഞനാണ്, അവൻ്റെ അറിവിൽ നിന്ന് ഒന്നും മാഞ്ഞു പോകുന്നില്ല. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നു. എല്ലാം രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആയത്ത് 17. യാ ബുനിയ ഖിമിസ് സ്വലഹ്, എൻ്റെ പ്രിയപ്പെട്ട മകനെ, നമസ്കാരം നീ കൃത്യമായി നിർവഹിക്കുകയും വഅ്മുർ ബിൽ മഅറൂഫി, നിഷിദ്ധമായത് നീ വിരോധിക്കുകയും വസ്ബിർ വൻഹാ അനിൽ മുൻകരി, അതാണ് നിഷിദ്ധമായത് നീ വിരോധിക്കുകയും വസ്ബിർ അലാ മാ അസ്വാബക, നിന്നെ ബാധിക്കുന്ന ദുരിതങ്ങളിൽ നീ സഹിക്കുകയും ചെയ്യുക. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നിശ്ചയമായും അത് ഖണ്ഡിതമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. 5 നേരത്തെ നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കർമ്മമാണ്. മുസ്ലിമായ മനുഷ്യൻ ഏത് സന്ദർഭത്തിലും നിർവഹിക്കേണ്ട കർമ്മമാണത്. യുദ്ധവേളയിൽ പോലും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല. രോഗിയായാൽ നിന്നുകൊണ്ട് പറ്റില്ലെങ്കിൽ ഇരുന്നോ, ഇരുന്നും പറ്റില്ലെങ്കിൽ കിടന്നോ നമസ്കാരം നിർവഹിച്ചിരിക്കണം. സദാചാരം കൽപ്പിക്കുകയും ദുരാചാരം വിരോധിക്കുകയും ചെയ്യുമ്പോൾ പല വിഷമങ്ങളും നേരിടേണ്ടി വരും. അതൊക്കെ സഹിക്കണം. ആ വിഷമങ്ങൾ സഹിക്കാനുള്ള പക്വതയും ക്ഷമയും നിശ്ചയദാർഢ്യവും വേണം. ആയത്ത് 18. വലാ തുസഇർ ഖദ്ദക ലിന്നാസി, നിന്റെ കവിൾത്തടം ജനങ്ങൾക്ക് തിരിച്ചു കാണിക്കരുത്. വലാ തംശി ഫിൽ അർദി മറഹാ, പൊങ്ങച്ചം കാണിക്കുന്നവനായ അവസ്ഥയിൽ ഭൂമിയിൽ നീ നടക്കുകയും അരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹംഭാവം നടിക്കുന്നവനും അഭിമാനം പറയുന്നവനുമായ ആരെയും അല്ലാഹു സ്നേഹിക്കുകയില്ല. ഏതൊരാളുമായി നേരിടുമ്പോഴും വലിപ്പം നടിക്കാതെ പെരുമാറണം. മുഖം തിരിച്ചു കളഞ്ഞിട്ട് ആളുകളെ താഴ്ത്തിക്കാണരുത്. അഹങ്കാരം കൊണ്ട് ജനങ്ങളുടെ നേരെ മുഖം ചുളിക്കരുത്. അവഗണിച്ചുകൊണ്ട് മുഖം തിരിച്ചു കളയുകയും അരുത്. വിനയത്തോടുകൂടെയാകണം സഹജീവികളോട് പെരുമാറേണ്ടത്. പേജ് നമ്പർ 1435. ആയത്ത് 19. വഖ്സിദ് ഫീ മശ്യിക, നിന്റെ നടത്തത്തിൽ മിതമായ നില നീ സ്വീകരിക്കുകയും വൗദുദ് മിൻ സൗതിക്, നിന്റെ ശബ്ദം നീ ഒതുക്കുകയും ചെയ്യുക. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ശബ്ദങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ടത് കഴുതയുടെ ശബ്ദമാകുന്നു. നടക്കുമ്പോൾ അഹങ്കാരം നടിച്ചുകൊണ്ടാകരുത് നടത്തം. നടത്തത്തിൽ പോലും വിനയഭാവം ഉണ്ടായിരിക്കണമെന്നർത്ഥം. സംസാരത്തിൽ പക്വതയും മാന്യതയും മര്യാദയും പാലിക്കണം. അനാവശ്യമായി സംസാരിക്കരുത്. വെറുതെ ഉച്ചത്തിൽ സംസാരിക്കുകയും അരുത്. സഹജീവികൾക്ക് ശല്യമാകുന്ന തരത്തിൽ ഒച്ചയിടുന്നവരെ കഴുതയോട് ഉപമിച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. 12 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം മകനോട് നടത്തുന്ന ഉപദേശങ്ങളാണ്. ഇത് മനുഷ്യവർഗത്തോടുള്ള മൊത്തമായ ഉണർത്തലായ ഖുർആൻ ഉദ്ധരിക്കുന്നു. എക്കാലത്തെയും മനുഷ്യർക്കുള്ള ഗുണപാഠങ്ങൾ. ലുഖ്മാന്റെ ചരിത്ര പ്രാധാന്യം എന്തെന്ന് ഖുർആൻ വിവരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായ ചില നീതിവാക്യങ്ങളും വിജ്ഞാന വഴികളും ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചു കാണാം. അദ്ദേഹം പ്രവാചകനായിരുന്നുവെന്ന് ചിലർ അഭിപ്രായങ്ങളുണ്ടെന്ന് മാത്രം, പക്ഷേ സ്വീകാര്യമായ തെളിവുകളില്ല. നാം അദ്ദേഹത്തിന് വിജ്ഞാനം നൽകിയെന്ന് അല്ലാഹു എടുത്തു പറഞ്ഞതിനാൽ ലുഖ്മാൻ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ ഒരു പ്രത്യേക വ്യക്തിത്വമായിരുന്നു എന്ന് വ്യക്തമാണ്. ഒരു പ്രവാചകനിൽ നിന്നും ഉണ്ടാകാവുന്ന ഉപദേശങ്ങളാണ് അദ്ദേഹത്തിൻ്റേത് എന്ന് കാണാം. ഏറ്റവും പ്രാധാന്യം നൽകിയത് തൗഹീദ് തന്നെ. പിന്നീട് മാതാപിതാക്കളോടുള്ള ആദരവും കടപ്പാടുകളും. എപ്പോഴും തൗഹീദിൽ നിന്നുള്ള വ്യതിചലനം ഉണ്ടാവാതെ സൂക്ഷിക്കണം. നമസ്കാരത്തിലെ കൃത്യനിഷ്ഠ, ന്യായമായത് കൽപ്പിക്കലും നിഷിദ്ധമായത് നിരോധിക്കലും, അഹങ്കാരവും പൊങ്ങച്ചവും ഉപേക്ഷിക്കണം. വിനയം സ്വഭാവമാക്കണം. നടത്തത്തിലും സംസാരത്തിലും ആ വിനയം ഉണ്ടാവണം. ഇതൊക്കെ പ്രവാചക പ്രബോധനങ്ങളുടെ പ്രധാന വശങ്ങളായ ഖുർആനിൽ പരന്നു കിടക്കുന്നു. അനാവശ്യമായി ശബ്ദമുയർത്തി സംസാരിക്കരുത്. കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന കാലം 2 വർഷമാണെന്ന പാഠവുമുണ്ട്. കാരണങ്ങൾക്ക് വിധേയമായതിൽ കുറവ് വരുത്താവുന്നതുമാണ്. സ്വന്തം മാതാക്കളോടും അടുത്ത ബന്ധുക്കളോടും ഉപദേശിക്കുന്നവർ അതിൽ പാലിക്കേണ്ട മുൻഗണനാക്രമവും ശ്രദ്ധിക്കണം. വിശ്വാസപരവും കർമ്മപരവും സ്വഭാവപരവുമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപദേശങ്ങളാണിവ.